എന്ന ബയോളജി ചാപ്റ്ററിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് വെരി യൂസ്ഫുൾ ഫോർ നീറ്റ് ആൻഡ് ഓൾസോ അതർ PMT. പിന്നെ ഇത് മാത്രം നിങ്ങൾ ചെയ്തിട്ട് പോയാൽ പോരട്ടോ, നീറ്റൊക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് തോനെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യണം, കുറച്ച് തോനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താലേ നീറ്റൊക്കെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഈ 2-3 വർഷമായിട്ട് നമ്മൾ കാണുന്നൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഫ്രം ടെക്സ്റ്റ് ബുക്ക് ആണ് ബയോളജി ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും നീറ്റ്. നിങ്ങൾ കുറച്ച് ബയോളജി നല്ലോണം ഇതാക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നീറ്റൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ നീറ്റിന്. Well, let us go to the first question. The increase in mass and in differentiation, increase in number of individuals responds to stimuli. Which 2 points are known as the twin characteristics of growth? ആരാണ് ഈ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇൻക്രീസ് ഇൻ മാസ് and increase in number of individuals are the twin characteristics of growth. അപ്പോൾ option 1 and 3 are the right answer. Option D is the right answer. Let us go to next one. Cell division occur in plants and in animals. Cell division പ്ലാന്റ്സിലും ആനിമൽസിലും occur ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിൽ ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. അപ്പോൾ കണ്ടിന്യൂസ്ലി 2 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. എന്തുകൊണ്ടാണ്? ദേ ഹാവ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഓർ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇൻ ദെയർ റൂട്ട് ടിപ്സ് ആൻഡ് ഷൂ ടിപ്സ്. അതുകൊണ്ടാണ് അവർ ലൈഫ് ലോങ് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഡിവിഷൻ നടക്കുന്നത്. പക്ഷെ ആനിമൽസിൽ അങ്ങനെയാണോ? അല്ല. ആനിമൽസിൽ ഓൺലി അപ് ടു എ സർട്ടൈൻ ഏജ് ലിമിറ്റ്. ആനിമൽസിൽ ഓൺലി അപ് ടു എ സർട്ടൈൻ ഏജ് ലിമിറ്റ്. അപ്പോൾ ഓപ്ഷൻ സി പറ്റുമോ? ഇല്ല. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്. Generally, growth and reproduction are mutually inclusive event ആയിരുന്നോ? മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവൻ്റ് ആയിരുന്നോ? ഗ്രോത്തും റീപ്രൊഡക്ഷനും അല്ല. ഇറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഓരോരോ വേർഡ്സും നല്ലോണം വായിക്കണം കേട്ടോ. ഇറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ്. ഓക്കെ. Which set of organism multiply by fragmentation? ഫ്രാഗ്മെൻറ്റേഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആരാണ്? എർത്ത് വോം ഫ്രാഗ്മെൻറ്റേഷൻ ആണോ? അല്ല. എർത്ത് വോം എന്ന് പറയുന്നത് അവർ ശരിക്കും പാർത്തനോ ജനസിസ് ആണ് അവർ നടക്കുന്നത്. അവർ ഫ്രാഗ്മെൻറ്റേഷൻ അല്ല. അമീബ എന്താണ്? അമീബ ഇറ്റ് സിനോണിം ടു ഗ്രോത്ത് ആണ്. ഫംഗൈ ആണോ? യെസ്, ഫംഗൈ ആണ്. എന്തായാലും ഓപ്ഷൻ എ പറ്റൂല. ബാക്കി രണ്ടും ഓപ്ഷനിൽ ഇല്ലല്ലോ. ഓപ്ഷൻ ബി നോക്കാം. ബിയും അതൊക്കെ തന്നെ എർത്ത് വോം ഉള്ളതുകൊണ്ട് ബിയും പറ്റില്ല. ബാക്ടീരിയ എന്താണ്? സിനോണിം ടു ഗ്രോത്ത് ആണ്. ഫംഗൈ പറ്റൂട്ടോ, പക്ഷേ ഓപ്ഷൻ ബി പറ്റില്ല. എന്തായാലും എല്ലാവരും എന്തായിരിക്കണം? ഫ്രാഗ്മെൻറ്റേഷൻ കാണിക്കണം. ഫംഗൈ, ഫിലമെൻറ്റസ് ആൽഗി, പ്രോട്ടോണിയം ഓഫ് മോസ് ഇവരെന്ത് കാണിക്കുന്നുണ്ട്? ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് വായിച്ചു നോക്കി. അമീബ പറ്റുമോ? അമീബ എന്താണ്? സിനോണിം ടു ഗ്രോത്ത് ആണ്. ഹൈഡ്ര എന്താണ്? ബഡ്ഡിങ് ആണ്. ബാക്ടീരിയ സിനോണിം ടു ഗ്രോത്ത് ആണ്. അപ്പം ഇത് പറ്റില്ല. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഡു നോട്ട് റീപ്രൊഡ്യൂസ്? റീപ്രൊഡ്യൂസ് ചെയ്യാത്തവർ ആരാന്ന് ചോദ്യം. റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ഡു നോട്ട് എന്നാണ് കേട്ടോ. ഡു നോട്ട്. മ്യൂള് റീപ്രൊഡ്യൂസ് ചെയ്യോ? ചെയ്യൂല. സ്റ്റെറൈൽ വർക്കബീസ് റീപ്രൊഡ്യൂസ് ചെയ്യോ? ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ബി പറ്റും. ഇതെവിടെയാണ്? ടെക്സ്റ്റ് ബുക്കിൽ റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് പറയുന്നത്. വേറൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. ആരാണ്? ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിളും ഇതിനൊരു എക്സാമ്പിൾ ആണ്. ദാറ്റ് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. ഓക്കെ. ഓർഗാനിസം ദാറ്റ് ക്യാൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. സ്റ്റിമുലൈകൾ റെസ്പോണ്ട് ചെയ്യുന്നത് യൂക്കാരിയോട്ട് ആണോ? അല്ല. പ്രോകാരിയോട്ട് ആണോ? അല്ല. ബോത്ത് പ്രോകാരിയോട്ടും യൂക്കാരിയോട്ടും അല്ല. ദോസ് വിത്ത് വെൽ ഡെവലപ്ഡ് നെർവസ് സിസ്റ്റം ആണ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. റിഫ്ലക്ഷൻ ജെർക്കൊക്കെ. ഈ നമ്മൾ എന്തെങ്കിലും ചൂടുള്ള സാധനത്തിൻ്റെ അടുത്ത് കൈ തൊട്ടാൽ പെട്ടെന്ന് കൈ വലിക്കുന്നത് എന്തുകൊണ്ടാണ്? നെർവസ് സിസ്റ്റത്തിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പം വെൽ ഡെവലപ്ഡ് നെർവസ് സിസ്റ്റമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് +1 സുവോളജി ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഐഡിയ കിട്ടും. ഓക്കെ.
An organism is the same in the same class but not in same family. ഒരേ ക്ലാസ് ആണ് പക്ഷെ ഒരേ ഫാമിലി അല്ല. ഇങ്ങനെ കാണുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഭയങ്കര കൺഫ്യൂഷൻ വരും. പക്ഷേ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി, ആ ഓർഡർ അങ്ങ് എഴുതി വെക്കാൻ മതി. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. അപ്പം ആരാണ് ക്ലാസ്സിൽ പെട്ടവനും ഫൈലത്തിൽ പെടാത്തവനും, വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ക്ലാസ് ആൻഡ് നോട്ട് ഇൻ ഫാമിലി. ആരായിരിക്കും അപ്പം? യെസ്, ഇറ്റ് ഇസ് ഓർഡർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? ഓപ്ഷൻ ഡി. Select the correctly written scientific name of mango which was first described by Carolus Linnaeus. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് മനസ്സിലാക്കാം? ഓപ്ഷൻ ഡി ആൻസർ അല്ല. കാരണം എന്താണ്? ഡി എക്സെപ്ഷൻ നമ്മളുടെ യൂണിവേഴ്സൽ റൂൾ ഉണ്ട് എഴുതുന്നതിന്. സെക്കൻഡ് ലെറ്റർ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്മോൾ ലെറ്റർ എഴുതണം. അപ്പം ഇത് പറ്റൂല. പിന്നെ മാൻജിഫറ ഇൻഡിക്ക പറ്റും, മാൻജിഫറ ഇൻഡിക്ക ലിൻ പറ്റും, മാൻജിഫറ ഇൻഡിക്ക കാർലിൻ എന്നാണ് നമ്മൾ എഴുതാറ്. നമ്മൾ ജസ്റ്റ് ലിൻ എഴുതാറുള്ളൂ. കണ്ടുപിടിച്ച ആളുടെ പേരിൻ്റെ ജസ്റ്റ് ഒരു സെക്കൻഡ് ലെറ്റർ എന്താ അബ്രിവേഷൻ നമ്മൾ ലിൻ എന്നാണ് കൂടുതലും എഴുതാറ്. അപ്പോൾ ഓപ്ഷൻ ബി പറ്റില്ല, എ പറ്റില്ല, സിയും പറ്റില്ല. കാരണം നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പം നമ്മൾ ഓപ്ഷൻ ബി ആണ് കുത്തേണ്ടത്. നമ്മൾ ഓപ്ഷൻ സി കുത്തിപ്പോകും. സി കുത്തരുത്, തെറ്റിപ്പോകും. സി ശരിയാണ്, പക്ഷേ ഇവിടെ നമ്മൾ ലിന്നിനെയും കൂടെ ആഡ് ചെയ്യണം. അതുകൊണ്ട് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ആസ് വി ഗോ ഡൗൺ ഫ്രം കിങ്ഡം ടു സ്പീഷീസ്, കിണ്ടത്തിൽ നിന്ന് നമ്മൾ സ്പീഷീസിലോട്ട് പോകുമ്പം കോമൺ ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ. കോമൺ ക്യാരക്ടേഴ്സിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതാണ് പറയുന്നത്. ഡിക്രീസിങ് ആണോ? അല്ല, കോമൺ ക്യാരക്ടേഴ്സ് ഇൻക്രീസിങ് ആണ്. നമ്മൾ പോകുന്നത് കിണ്ടത്തിൽ നിന്ന് സ്പീഷീസിലോട്ടാണ്. കിണ്ടത്തിൽ നിന്ന് സ്പീഷീസിലോട്ട് പോകുമ്പം കോമൺ ക്യാരക്ടേഴ്സ് ഇൻക്രീസസ്. സ്പീഷീസിൽ നിന്ന് കിണ്ടത്തിലോട്ടാണെങ്കിൽ കോമൺ ക്യാരക്ടേഴ്സ് ഡിക്രീസസ്. ഓക്കെ, അടുത്തത് ഫെലിസും പന്തേരയും. ഫെലിസ് ആരാണ്? ക്യാറ്റ് ഫാമിലി, ക്യാറ്റിലുള്ള ആളാണ്. പന്തേര ആരാണ്? ടൈഗർ ലയൻ്റെ ഒക്കെ ജീനസ് ആണ്. ഫെലിസ് ക്യാറ്റിൻ്റെ ജീനസ് ആണ്. അപ്പം ഇവർ കൂടിയാൽ നമുക്ക് കാനിഡേ ആണോ ഫെലിഡി ആണോ ഉണ്ടാകുക? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഫെലിഡിയ. കാനിഡേ ആരാണ്? ഡോഗ് ഫാമിലിയാണ്. ഡോഗ് ഫാമിലിയാണ് കാനിഡേ. അപ്പം ഓപ്ഷൻ എയും ഡിയും തെറ്റാണ്. ഓപ്ഷൻ എ ആൻഡ് ഡി ഇസ് റോങ് ആൻസർ. സൊളനേസിയയും കൺവോൾവലേസിയയും നമുക്കറിയാം എന്താണ് ഓർഡറിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് പോളിമോണിയൽസ്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സാപ്പിൻഡൽ അല്ല, ഇറ്റ് ഇസ് പോളിമോണിയൽസ്. The scientific name of brinjal is standardized through the given rule. Brinjal എന്താണ്? ബ്രിഞ്ചൽ ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റിന് പേര് കൊടുക്കുന്നത് ആരാണ്? International Code for Botanical Nomenclature. ICBN ആണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Growth cannot be taken as a defining property of living organism. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് ആരെ പറയാൻ പറ്റില്ല? ഗ്രോത്തിനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? All living organism do not show growth. തെറ്റല്ലേ? All living organism show growth. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും തെറ്റാണ്. നെക്സ്റ്റ്, ഗ്രോത്ത് കനോട്ട് ബി ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ലാത്തത് എന്തുകൊണ്ട് കേട്ടോ? ഓപ്ഷൻ എ എന്തായാലും തെറ്റാണ്. കാരണം എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും വളരാനുള്ള കഴിവുണ്ട്. non-living things also grow from insects. non-living things ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ് വളരുക, അല്ല അക്യുമുലേഷൻ ആണ്, പുറത്ത് ഔട്ട്സൈഡ് ആണ് അവരുടെ ഗ്രോത്ത്. ലിവിങ് തിങ്സ് ഫ്രം ഇൻസൈഡ്. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കിയേ, ഓപ്ഷൻ 3 നോക്കിയേ. നോൺ ലിവിങ് തിങ്സ് ഓൾസോ ഗ്രോ. നോൺ ലിവിങ് തിങ്സ് വളരുന്നത് കൊണ്ടാണ് ഗ്രോത്ത് ഒരു ഡിഫൈൻ പ്രോപ്പർട്ടി അല്ലാതായി മാറിയത്.
സോ ഓപ്ഷൻ C3 is the right answer. ഓപ്ഷൻ 4 ഒന്ന് വായിച്ചു നോക്കിയേ. സം ലിവിങ് ഓർഗാനിസം ഡു നോട്ട് ഷോ റീപ്രൊഡക്ഷൻ. ആ റീപ്രൊഡക്ഷൻ അല്ലല്ലോ, ഇവിടെ ഗ്രോത്ത് ആണല്ലോ ആവശ്യം. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, who is known as Darwin of 20th century? Darwin of 20th century നമ്മളുടെ ഒട്ടുമിക്ക എല്ലാ യൂണിറ്റ്സിൻ്റെയും തുടക്കത്തിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓരോരോ സയൻറ്റിസ്റ്റിൻ്റെ പിക്ചർ കാണാം. അപ്പം ഈ എന്താ നമ്മളുടെ ആദ്യത്തെ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് എന്ന സെക്ഷൻ്റെ ദ ലിവിങ് വേൾഡ് എന്ന് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഡാർവിൻ ഓഫ് 20th century. വിറ്റേക്കർ അല്ല, DJ ഇവനോസ്കെലൈറ്റിസ്, ഏർണസ്റ്റ് മേയർ ആണ് ഡാർവിൻ ഓഫ് 20th century. മറന്നു പോകരുത്, ഡാർവിൻ ഓഫ് 20th century ആരാണ്? ഏർണസ്റ്റ് മേയർ. ഓക്കെ, nomenclature is governed by universal rules. Which one of the following is the contrary to the rules of nomenclature? ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് തെറ്റായിട്ടുള്ളത് ആരാന്നാണ് ചോദിച്ചത്. ബയോളജിക്കൽ നെയിം ക്യാൻ ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ്. എല്ലാ ലാംഗ്വേജിലും ബയോളജിക്കൽ നെയിം ചെയ്താൻ പറ്റുമോ? ഇല്ല, ഒരു ലാംഗ്വേജിൽ ഒരു ഇതിൽ എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കിയേ. ദ ഫസ്റ്റ് വേർഡ് ഓഫ് ബയോളജിക്കൽ നെയിം ഇസ് ജീനസ് and second is specific epithet. Right answer. The name are written in Latin and are italicized. ശരിയാണ്. When written by hand, the names are to be underlined. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഏതാണ് തെറ്റ്? എ ആണ് തെറ്റ്. ഓപ്ഷൻ എ എല്ലാ ലാംഗ്വേജിലും എഴുതാൻ പറ്റില്ല, അത് ഇറ്റാലിക്സ് ലാറ്റിൻ ആണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് എഴുതാൻ പറ്റൂ. എല്ലാ ലാംഗ്വേജിലും എഴുതുമ്പോൾ അത് ബയോളജിക്കൽ നെയിമായിട്ട് പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ലോണം നോക്കിക്കോളിട്ടോ. ഒരു ഫ്ലോ ചാർട്ടാണ്. റെക്കഗ്നൈസ് ദ ഫ്ലോ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ കറക്റ്റ് ഓപ്ഷൻസ് അക്കോർഡിംഗ് ടു ദ ഹൈറാർക്കി, ടാക്സോണമിക് ഹൈറാർക്കി. ഓക്കെ, ഇപ്പം ഇതൊക്കെ എന്തെങ്കിലും ഒരേ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരേ ജീനസോ ഒരേ ഫാമിലിയോ ഒരേ ഓർഡറോ അങ്ങനെ ആയിരിക്കും. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കുറഞ്ഞല്ലേ വരണ്ടേ. അപ്പം ഇതെന്തായാലും ഒരേ സ്പീഷീസോ ജീനസൊക്കെ ആയിരിക്കും. അപ്പം ഇത് വേറൊന്നായിരിക്കും, ഇത് വേറൊന്നായിരിക്കും, ഇത് വേറൊന്നായിരിക്കും, ഇത് വേറൊന്നായിരിക്കും. ഓക്കെ, ഇപ്പം ഇത് നമ്മൾ നോക്കണ്ട. ഓക്കെ, 1 നോക്കാം. ഡെറ്റൂറിയം സൊളനേസിയം. ഡെറ്റൂറിയം പൊട്ടറ്റോം എന്തായിരിക്കും? സൊളനേസിയ എന്ന് പറയാം. സൊളനേസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലി അല്ലേ? സൊളനേസിയ ഫാമിലിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫാമിലി ആയിട്ടൊന്നും കണക്ക് കൂട്ടാം, ജസ്റ്റ് വിചാരിക്കാം. അല്ലെങ്കിൽ പോളിമോണിയൽസ് ആണെങ്കിൽ ഓർഡറും ഉണ്ട്, പോളിമോണിയൽസും കൂട്ടാം. സൊളാനം പക്ഷേ പറയാൻ പറ്റില്ല. സൊളനേസിയ എന്ന് പറയാം, പക്ഷെ സൊളാനം പറയാൻ പറ്റില്ല. ഓപ്ഷൻ സി എന്തായാലും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഫാമിലിയോ ഓർഡറോ ആയിരിക്കാം. ഇനി ഫാമിലിയോ ഓർഡറിനെക്കാട്ട് കൂടുതലുള്ള തൊട്ട് മേലുള്ള ആളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം എന്തായാലും ഓപ്ഷൻ 2 നമ്മൾ സെക്കൻഡ് ഇതെന്താന്ന് നോക്കാം നമുക്ക്. സാപ്പിൻഡൽസും അനക്കാഡീസിയും സാപ്പിൻഡൽസും എന്താണ്? നിങ്ങൾ പറയാം, അനക്കാഡീസിയും സാപ്പിൻഡൽസും എന്താണ്? അനക്കാഡീസിയ പറയുന്നത് ഫാമിലിയാണ്, സാപ്പിൻഡൽസ് പറയുന്നത് ഓർഡറാണ്. അപ്പം ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഓർഡർ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. സോറി എല്ലാവരും ഒരേ ആളായിരിക്കട്ടെ. അപ്പോൾ അനക്കാഡീസി എന്താണ്? ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി പറ്റൂല, അപ്പോൾ ഓർഡർ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതും ഒരേ ആളായിരിക്കണം, ഇതും ഒരേ ആളായിരിക്കണ്ട, ഒരേ ഗ്രൂപ്പ് ആയിരിക്കണ്ട. ഫാമിലി ആണെങ്കിൽ ഇവരൊക്കെ ഈ റോയിലുള്ള എല്ലാവരും ഫാമിലി ആയിരിക്കണം. ഫാമിലി ആണെങ്കിൽ ഈ റോയിലുള്ള എല്ലാവരും ഫാമിലി ആയിരിക്കും. ഓർഡർ ആണെങ്കിൽ ഈ റോയിലുള്ള എല്ലാവരും ഓർഡർ ആയിരിക്കണം. അപ്പം നമ്മൾ ഓപ്ഷൻ എ എടുക്കാമെന്ന് വിചാരിക്കുക. പോളിമോണിയൽസ് എന്താണ്? പോളിമോണിയൽസ് ഒരു ഓർഡറാണ്, ഓർഡർ കൂട്ടാം. ഇനി നമുക്ക് സൊളനേസിയ ഓപ്ഷൻ ബി നോക്കി. ഇത് നോക്കിയേ, സൊളനേസിയ എന്താണ്? ഫാമിലി. സൊളനേസിയ ഒരു ഫാമിലിയാണ്, ഫാമിലി. അപ്പോൾ ഫാമിലിയും നോക്കാം.
ഇനി ഈ സെക്കൻഡ് വണ്ണിൻ്റെ ആളെ നോക്കിയേ, സെക്കൻഡ് വൺ നോക്കിയേ, ഇത് നോക്കിയേ, മാംഗോൻ്റെ നോക്കിയേ, മാംഗോൻ്റെ സാപ്പിൻഡെയിൽസ് എന്താണ്? ഓർഡറാണ്. സാപ്പിൻഡെയിൽസ് ഓർഡറാണ്. പക്ഷേ അനക്കാഡീസിയ എന്താണ്? ഒരു ഫാമിലിയാണ്. ഓക്കെ, അനക്കാഡീസിയും ഫാമിലിയാണ്. അപ്പോൾ അതും പറ്റും, കുഴപ്പമില്ല കേട്ടോ. ഒരു മിനിറ്റ്. നെക്സ്റ്റ് വന്നിട്ട് തേർഡ് വൺ നോക്കിയേ, പുവേൽസ് എന്താണ്? ഓർഡറാണ്. പോയേസിയ എന്താണ്? ഫാമിലിയാണ്. അപ്പം അതും നമുക്ക് ഓക്കെ, ഇത് രണ്ടും നമുക്ക് കൂട്ടാം കേട്ടോ. ഒരു മിനിറ്റ്. നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കിയേ, ഇത് നോക്കിയേ, ഫോർത്തും ഫിഫ്ത്തും ആണെങ്കിൽ നമ്മൾ നോക്കുന്നത്, ഫോർത്ത് ആദ്യം നോക്കിക്കോളി. ഫോർത്ത് ഓപ്ഷൻ ഏണ്ടത് ഡൈക്കോട്ടിലിഡനെയാണ്. ഡൈക്കോട്ടിലിഡൻ എന്ന് പറഞ്ഞത് ഒരു ക്ലാസ് ആണ് ഡൈക്കോട്ടിലിഡന്. പുവേൽസ് എന്താണ്? പോളിമോണിയൽസും. ഓപ്ഷൻ ഡിയും നോക്കട്ടോ. ഓപ്ഷൻ സി എന്തായാലും തെറ്റാണ്. ഓപ്ഷൻ ഡിയും എയും ഏകദേശം സെയിം ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നിർത്തിയത്. എയും ബിയും തന്നെ നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഡിയും നമ്മൾ നോക്കിക്കോളിയേ. അപ്പോൾ ഓപ്ഷൻ 4 എന്താണ്? ഡൈക്കോട്ടിലിഡനെ പറയാം. ഡൈക്കോട്ടിലിഡൻ എന്താണ്? ക്ലാസ് ആണ്. പോളിമോണിയൽസ് എന്താണ്? ഓർഡറാണ്. ഫാമിലി ഓർഡറാണ്. ഓക്കെ, ഓർഡറാണ്. ഇനി നമ്മൾക്ക് ഫിഫ്ത്ത് വൺ നോക്കിയേ, ഇത് നോക്കിയേ, വീറ്റ് ഒരു മോണോകോട്ടിലിഡനെയാണ്. മോണോകോട്ടിലിഡനെ എന്താണ്? ക്ലാസ് ആണ്. പുവേൽസ് എന്താണ്? ഒരു ഓർഡറാണ്. അപ്പോൾ ഓപ്ഷൻ ഇത് പറ്റും. ബിഫോർ ദാറ്റ് വേറൊരു സംഗതി, ഓപ്ഷൻ ഡി നോക്കിയേ, ആൻജിയോസ്പേമേ പറ്റുമോ? ആൻജിയോസ്പേമേ എന്താണ്? ഒരു ഫൈലമാണ്. ആൻജിയോസ്പേമ ഒരു ഫൈലമാണ്. പക്ഷേ മോണോകോട്ടിലിഡനെ ഒരു ഓർഡറാണ്. മോണോകോട്ടിലിഡനെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഇതും എന്തായാലും ഓപ്ഷൻ ഡി പറ്റത്തില്ല. ഓപ്ഷൻ ഡി പറ്റൂല. ഓക്കെ, ഓപ്ഷൻ ഡി പറ്റൂല. അപ്പോൾ ഓപ്ഷൻ എയും ബിയും തന്നെ നോക്കിക്കോളിയേ. അടുത്തത് രണ്ടും ആൻജിയോസ്പേമയാണ്. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ അല്ലേ, അല്ലെങ്കിൽ ഫൈലം അല്ലേ? ഫൈലം അപ്പോൾ ആൻജിയോസ്പേമ അല്ലേ? അല്ലാതെ ഓർഡർ കഴിഞ്ഞിട്ട് ക്ലാസ് എന്താണ്? ക്ലാസ് ഒരിക്കലും ആൻജിയോസ്പേമ അല്ലാലോ. ക്ലാസ് എപ്പോഴും ഈ പുവേൽസിൻ്റെ ക്ലാസ് എന്താണ്? അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ക്ലാസ് എന്താണ്? മോണോകോട്ടിലിഡനെയും ഡൈക്കോട്ടിലിഡനെയും അല്ലേ? അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി പറ്റൂല. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ എല്ലാവരും സെയിം ഓർഡറിലാണ് മേലോട്ട് കയറി പോകുന്നത്. ഇപ്പം എന്തായിരുന്നു? ഫാമിലി ഇല്ല, ഓർഡർ, ക്ലാസ്, ഫൈലം, അല്ലെങ്കിൽ ഡിവിഷൻ. പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഡിവിഷനാണ് കൂടുതലും പറയാറ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ പോകണം. അപ്പോൾ ആൻജിയോസ്പേം എന്ന് പറയുമ്പോൾ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ആൻജിയോസ്പേം എടുക്കുമ്പോൾ നമ്മളവിടെ ക്ലാസ്സാണ് വരിക. കാരണം ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫാമിലി, ഓർഡർ, ക്ലാസ് എന്നല്ലേ? അപ്പം നമ്മൾ ക്ലാസ്സിലാണോ ആൻജിയോസ്പേം പെടുക? അല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ എന്താണ്? 4, 6 ഇതല്ല, ഓപ്ഷൻ ബി അല്ല. അപ്പം ആൻസർ ഏതാണ്? ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ എ. നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് നോക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ലെറ്റ് us go to the next question. Information of any one of the phylum, class, order is related to ഏതെങ്കിലും ഒരാളെ പറ്റി പഠിക്കുന്നതാണ് എന്ത്? മോണോഗ്രാഫ്. ഓക്കെ, ഏതെങ്കിലും ഒരാളെ പറ്റി പഠിക്കുന്നതാണ് മോണോഗ്രാഫ്. ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. എനി വൺ ടാക്സോൺ ആണ് ആര്? മോണോഗ്രാഫ്. Systematics is the branch of biology concerned with evolutionary relationship among organisms. Correct ആണ്. Branch of biology concerned with the scientific classification of organism അല്ല. Branch of biology concerned with diversity of life അല്ല. Branch of biology concerned with multicellular organism അല്ല. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ് കേട്ടോ.
ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. എന്തായാലും ഓപ്ഷൻ സി പറ്റത്തില്ല. അതിനേക്കാട്ട് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നല്ല ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി തെറ്റാന്നല്ല, പക്ഷെ ഓപ്ഷൻ എ ആണ് കൂടുതലും റൈറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെർബേറിയ സെർവ് ആസ് ക്വിക്ക് റെഫറൽ സിസ്റ്റം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹെർബേറിയ എന്താണ്? ഒരു ക്വിക്ക് റെഫറൽ സിസ്റ്റം ആണ്. റൈറ്റ് ആൻസർ. മോണോഗ്രാഫ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ. ഇപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോണോഗ്രാഫ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ ആണ്. മാനുവൽ പ്രൊവൈഡ് ഇൻഡെക്സ് ടു പ്ലാന്റ് സ്പീഷീസ്. മാനുവൽ അല്ല ഇൻഡെക്സ് ടു പ്ലാന്റ് സ്പീഷീസ്, ഫ്ലോറയാണ് ഇൻഡെക്സ് ടു പ്ലാന്റ് സ്പീഷീസ്. സെപ്പറേറ്റ് ടാക്സോണമിക് കീ ആർ റിക്വയർഡ് ഫോർ ഈച്ച് ടാക്സോണമിക് കാറ്റഗറി. ശരിയാണ്, ഓരോരുത്തർക്കും ഓരോരോ കീ ആവശ്യമുണ്ട്. ഓപ്ഷൻ സി ആണ് അപ്പം റോങ് ആൻസർ. ഇൻകറക്റ്റ് ഓപ്ഷൻ സി ആണ്. വിച്ച് ഇസ് ദ ഹയസ്റ്റ് ഹൈറാർക്കി ഓഫ് കാറ്റഗറി. ഹയസ്റ്റ് ഹൈറാർക്കി ഓഫ് കാറ്റഗറി എന്ന് ചോദിച്ചാൽ നമ്മൾ ആ അറിയില്ലെങ്കിൽ ഓർഡർ പെട്ടെന്ന് എഴുതി നോക്കുക. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഇതിൽ ഏറ്റവും വലുതാരാണ്? കിങ്ഡം അല്ല, ഇത് ഏറ്റവും ചെറിയ ആളാണ് സ്പീഷീസ്. സ്പീഷീസ് ഏറ്റവും ചെറിയ ആളാണ്. കിങ്ഡം ആണ് ഏറ്റവും വലിയ ആള്. അപ്പം കിങ്ഡം ഇതിലില്ലാലോ, ഓപ്ഷനിൽ കിങ്ഡം കൊടുത്തിട്ടില്ലല്ലോ. ഫൈലം ഉണ്ടോ? ഫൈലം ഇല്ല. ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. Botanical garden consists of dried pressed plant specimens. Dried and pressed plant specimens എവിടെയാണ് കാണുന്നത്? ഹെർബേറിയത്തിലാണ് ഡ്രൈഡ് pressed plant specimens കാണുന്നത്. ലൈവ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണോ? ലൈവ് പ്ലാന്റ്സ് കാണാം, പക്ഷെ ആനിമൽസ് കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണോ? അല്ല, ഇറ്റ് ഇസ് സുവോളജിക്കൽ പാർക്ക്. ലൈവ് പ്ലാന്റ് സ്പെസിമെൻസ് ആണോ? യെസ്. ഡെഡ് സ്പെസിമെൻസ് ഓഫ് പ്ലാന്റ്സ് ഇസ് പ്രിസർവ്ഡ് ഇൻ ജാർ. ഇതാണോ? അല്ല, ഡെഡ് അല്ല, ലൈവ് ആണ്. ലൈവ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. The sum total of chemical reaction occur in our body is called metabolism. Sum total of chemical reaction occurring in our body is called metabolism. Which of the following is self-conscious? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബ്ലാക്ക് കളറുടെ ഒരു ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളേ ലോകത്തുള്ളൂ. ഇറ്റ് ഇസ് ഹ്യൂമൻ ബീങ് ആണ് സ്വന്തം കാര്യം ചിന്തിക്കുന്ന ആൾക്കാർ. വേറെ ഒരു ആനിമൽസും അവരെ പറ്റി ചിന്തിക്കാറില്ല. സോ ഹ്യൂമൻ ബീങ്സ് ആർ ദ ഓൺലി ആനിമൽസ് വിച്ച് ഇസ് ഹാവിങ് സെൽഫ് കോൺഷ്യസ്. ICBN stands for International Code for Botanical Nomenclature. പ്ലാന്റ്സിന് പേര് കൊടുക്കുന്നത് International Code for Botanical Nomenclature. International Code for Biological Nomenclature അല്ല. Internal Class of Biological Nomenclature അല്ല. International Code for Botanical Nomenclature ആണ്. International Classification of Biological Nomenclature അല്ല. ഓപ്ഷൻ സോറി, ഇവിടെ ഓർഡർ തെറ്റിപ്പോയിട്ടുണ്ട്. എനിവേ ഓപ്ഷൻ ഇതാണ് റൈറ്റ് ആൻസർ കേട്ടോ. ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ദ ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ക്യൂ ഇസ് ലൊക്കേറ്റഡ് ഇൻ. ക്യൂലുള്ള ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? ഇറ്റ് ഇസ് ഇൻ ഇംഗ്ലണ്ട്. ഇന്ത്യയിലല്ല. ഇന്ത്യയിലുള്ള ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് ഇന്ത്യയിലുള്ളത്. വേറെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ കൂടുതലും പറയുന്നത് അതാണ്. ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യൂ എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. നെക്സ്റ്റ് വൺ, പ്ലേസ് ഓഫ് കീപ്പിംഗ് ആൻഡ് സ്റ്റഡിങ് ഓഫ് ഡ്രൈ പ്ലാന്റ്സ്. ഡ്രൈ പ്ലാന്റ്സിനെ വെച്ചേക്കുന്നതും അതിനെപ്പറ്റി പഠിക്കുന്നതും സ്ഥലം ഏതാണ്? ഹെർബേറിയം. dried, pressed and preserved plant specimens. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തത്. 25 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തു. നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ഞാൻ ഇട്ട വീഡിയോ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഐ വിൽ ഗിവ് യു ദ റിപ്ലൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്.